സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദിവസമായി വൈദ്യുതിയില്ല. കുട്ടികളുമായി KCB സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചു. കുമ്പപ്പാറ കൊച്ചുകരോട്ട് ഷാജിയും 3 മക്കളുമാണ് KCB രാജകുമാരി ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റുവാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മയിലാടുംപാറയിലെ ICRI. കഴിഞ്ഞ ദിവസം മരം ഓട്ടോയ്ക്ക് മുകളിൽ വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നരിയൻപാറയ്ക്കും കാഞ്ചിയാർ കക്കാട്ടുകട കൊറ്റമ്പടിക്കുമിടയിൽ റോഡ് വെട്ടിപ്പൊളിച്ചത് അപകടക്കെണിയായി മാറി. ഇരുചക്രവാഹനമടക്കം അപകടത്തിൽപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇനി വരുന്ന 6 മാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലമാണെന്നും മന്ത്രി പറഞ്ഞു. തൊടുപുഴയിൽ CPI മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഭൂനിയമ ഭേദഗതി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഗവർണർ ഒപ്പിടാതെ 1 വർഷത്തോളം താമസിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന്റെ പിറ്റേ ദിവസമാണ് പാസാക്കിയത്. ചട്ടം രൂപീകരിക്കാനും ഒട്ടനവധി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിൽ ഉണ്ടാകും. രാഷ്ട്രീയ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് പ്രത്യേകമായ തർക്കത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കെ രാജൻ. എല്ലാ ചട്ടങ്ങളെയും കൂട്ടിയോജിപ്പിച്ചതിൻ്റെ ഒരു പൊതുധാരയിൽ കൊണ്ടുവരാവുന്ന വിധത്തിൽ ഒരു വിധത്തിലും പ്രയാസമുണ്ടാക്കാത്ത വിധത്തിലുള്ള ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം ഭേദഗതിക്ക് ശേഷം ആവശ്യമായ നടപടികൾ കൂടി എടുത്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകും. അക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയുമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെ അക്കാര്യത്തിൽ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രത്യേകമായൊരു തർക്കത്തിനും ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. റവന്യൂ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും കയ്യിൽ ആവശ്യമായ നടപടികളോട് ഭദ്രമാണ്. ഇനി വരുന്ന 6 മാസം ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ കാലമാണെന്നും കട്ടപ്പന ടൗൺഷിപ്പിലെ 614 പേർക്ക് പട്ടയം തയ്യാറായി കഴിഞ്ഞുവെന്നും കെ രാജൻ പറഞ്ഞു. ഇനി വരാൻ പോകുന്ന 6 മാസക്കാലം ഒരുപക്ഷെ ഇടുക്കി ജില്ല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പട്ടയ വിതരണത്തിന്റെ ഒരു കാലമായി നമ്മൾ മാറാൻ പോവുകയാണ്. കട്ടപ്പനയിലെ ടൗൺഷിപ്പ് പട്ടയം എത്രയോ വർഷക്കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്ന 614 ആളുകളുടെ സർവേ പൂർത്തീകരിച്ച് സർക്കാരിന്റെ മുമ്പിൽ അതിൻ്റെ എല്ലാ നടപടികളോടും കൂടി ഇരിക്കുകയാണ്. 614 പേർക്കും പട്ടയം കൊടുക്കാൻ അർഹരായവർക്ക് ഒരു തർക്കവും ഉണ്ടാകില്ല. അനധികൃതമായി സർക്കാർ ഭൂമിയിൽ ഇരിപ്പുറപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ എത്ര ഉന്നതരായാലും ഭൂമി തിരിച്ചു പിടിച്ച സർക്കാരിൻ്റെതാക്കുമെന്നും കെ രാജന്റെ മുന്നറിയിപ്പ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ പരുന്തുംപാറ ഉൾപ്പെടെ ഒരാളെയും അനധികൃതമായി ഏതു ചിഹ്നങ്ങൾ വെച്ചാണെങ്കിലും ഏത് അധികാര സ്ഥാനങ്ങൾ വെച്ചാണെങ്കിലും ഏത് വകുപ്പിന്റെ പേര് പറഞ്ഞാണെങ്കിലും സർക്കാരിന്റെ പുറംചാരി നിന്നാണെങ്കിലും ഒരു അധികാര സ്ഥാനത്തിന്റെയും ഒരു തന്തഗോപുരത്തിന്റെയും മുമ്പിൽ ഈ ഗവൺമെന്റോ റവന്യൂ വകുപ്പോ മുട്ടുമടക്കില്ല. ഉറപ്പായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് തിരിച്ചെടുക്കും. പക്ഷേ അതോടൊപ്പം പറയട്ടെ, കുടിയേറ്റക്കാരനെയും കയ്യേറ്റക്കാരനെയും ഒരുപോലെ ഈ ഗവൺമെന്റ് കാണില്ല. നീലക്കുറിഞ്ഞി ഉദ്യാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കും. ദേവികുളം സബ് കളക്ടറെ സെറ്റിൽമെന്റ് ഓഫീസറായി നിയമിച്ചു. പ്രത്യേകം ഓഫീസും നൽകിയിട്ടുണ്ട്. വട്ടവടയിലും കൊട്ടാക്കമ്പൂരിലും റീസർവേ വേഗത്തിലാക്കി പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ നടന്നുവരുന്നു. മൂന്നാർ കുറ്റിയാർവാലിയിലെ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു. പട്ടയം രേഖാമൂലം ലഭിക്കാത്തവർക്ക് 500 പട്ടയങ്ങൾ ജൂലൈ 31-നകം നൽകാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. സിറ്റി വിഷൻ തൊടുപുഴ. പട്ടയ വിഷയവും ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട മന്ത്രി കെ രാജൻ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം വാർത്തകൾക്ക് ശേഷം സംപ്രേഷണം ചെയ്യുന്നതാണ്. CPI തൊടുപുഴ മണ്ഡല സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അടിത്തറകളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും KPCCക്ക് നഷ്ടപ്പെട്ടെന്നും കെ രാജൻ കുറ്റപ്പെടുത്തി. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൊടുപുഴ മണ്ഡലം സമ്മേളനം ആരംഭിച്ചത്. പതാക ഉയർത്തലിനും ചുവപ്പ് സേനാ മാർച്ചിനും പ്രകടനത്തിനും ശേഷം തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അടിത്തറകളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനിക്കാനുള്ള അധികാരം പോലും KPCCക്ക് നഷ്ടപ്പെട്ടെന്നും കെ രാജൻ കുറ്റപ്പെടുത്തി. ഇന്ത്യ രാജ്യത്തെ തങ്ങൾ ഒഴികെ ഈ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന ഘടക കക്ഷികളുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ട് പോലും അവിടെ റിബലുകളെ ഉണ്ടാക്കി അധികാരത്തിന്റെ അത്യാർത്തി കൊണ്ട് പലയിടങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥികൾ മുന്നണിക്ക് കൊടുത്ത സീറ്റുകളിൽ പോലും നിർന്നപ്പോ നോക്കുകുത്തിയായി നിന്ന് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ രാഷ്ട്രീയ അടിസ്ഥാനത്തെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നതിൽ ദയനീയമായി കോൺഗ്രസ് പരാജയപ്പെട്ടു. ഞാൻ വിശദമായിട്ടുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. നമ്മുടെ രാജ്യത്ത് ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട KPCC ഉൾപ്പെടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, KK ശിവരാമൻ, ജോസ് ഫിലിപ്പ, ജയാമധു, CU ജോയി, MK പ്രിയൻ, VR പ്രമോദ, മുഹമ്മദ് അഫ്സൽ, PP ജോയി, S സുരേഷ്,
KM ഷാജി, സുനിൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, തൊടുപുഴ. 15 ദിവസമായി മുടങ്ങിയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച ഒരു കുടുംബം രാജകുമാരിയിലെ KCB സെക്ഷൻ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കുമ്പപ്പാറ കൊച്ചുകരോട്ടെ ഷാജിയും 3 മക്കളുമാണ് KCB ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പൊതുപ്രവർത്തകനായ ഷാജിയുടെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന മോട്ടോർ പുരയിലേക്കുള്ള വൈദ്യുത കണക്ഷനാണ് ദിവസങ്ങളായി തകരാറിലായത്. പലതവണ KCB അധികൃതരെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തില്ല. ഇതുമൂലം കുടിവെള്ളം മുടങ്ങുകയും കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. ഇതോടെയാണ് ഷാജിയും മക്കളും KCB ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ഇവിടെ നേരിട്ട് വന്ന് എൻ്റെ പേര് സുഹൃത്തു കൂടെ ഉണ്ടാവും. ഞാൻ വരുമ്പോൾ ആ സുഹൃത്തിനോടും പറഞ്ഞു, ഇന്നുപോലെ വിഷയമുണ്ട്, അത് പരിഹരിക്കണം. അപ്പം നമ്മൾ ഇതിലെ ഏറ്റവും വലിയ ചരിത്രം നിങ്ങളെപ്പോലെയുള്ളവർ നമ്മളെ പൊതുസമൂഹം മനസ്സിലാക്കണം. നമ്മൾ വെറും വിട്ടികളാണ്. ഇവന്മാർ ഈ കാലഘട്ടത്തിൽ ഒരു ലാൻഡ് ഫോണുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളിവരെ വിളിച്ച് പരാതി പറയും, അന്നേരം ഇവർ നമ്മളോട് ജാതകം ചോദിക്കും. നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ, നിങ്ങളുടെ ലൈന്, നിങ്ങളുടെ ഊര്, നിങ്ങളുടെ പേര്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം നമ്മൾ വീണ്ടും വിളിക്കുമ്പോൾ അവിടെ ആ കസേര വേറൊരു അവതാരമാണ് ഇരിക്കുന്നത്. ആ അവതാരം വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്, താങ്കൾ ആരാണ്, താങ്കൾ എവിടുന്ന് വിളിക്കുന്നു, താങ്കൾ എന്തിനു വിളിക്കുന്നു, താങ്കൾക്ക് എന്താണ് അവിടെ പ്രശ്നം? കാറ്റിലും മഴയിലും ഉണ്ടായ വലിയ തകരാറുകൾ പരിഹരിക്കുന്നതിനാലാണ് ഷാജിയുടെ മോട്ടോർ പുരയിലേക്കുള്ള കണക്ഷനിലെ അറ്റകുറ്റപ്പണികൾ വൈകിയതെന്നാണ് KCB അധികൃതരുടെ വാദം. ഇന്ന് തന്നെ തകരാർ പരിഹരിച്ച് വൈദ്യുത കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്ന് KCB അധികൃതർ അറിയിച്ചു. ചെറിയ ലൈൻ കമ്പികൾ പൊട്ടിയതും പിന്നെ സർവീസ് കണക്ഷൻ ബ്രേക്കായതുമായിട്ടുള്ള കേസുകളാണ്. അത് ഞങ്ങളിവിടെ ടീമുകളെ ഓരോ സ്ഥലത്തായിട്ട് വികേന്ദ്രീകരിച്ച് ആ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ 1-2 കേസുകൾ, ഇന്നത്തെ ഈ സമരത്തിന് ആധികാരികമായി പറയുന്ന ഈ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം കിട്ടാത്ത കേസുകൾ, അത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു ലൈൻ പൊട്ടിക്കിടക്കുന്നു, ഒരു ലൈൻ സാഗായി കിടക്കുന്നു, അതുകൊണ്ട് ആ വൈദ്യുതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും തന്നെ നമ്മുടെ ജീവനക്കാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവരെത്രയും പെട്ടെന്ന് തന്നെ ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. KCB ബോർഡിന്റെ അനാസ്ഥയാണ് ഇതിനു കാരണമെന്നും നിരവധി തവണ പരാതി പറഞ്ഞിട്ടും വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ KCB തയ്യാറായില്ല എന്നും പൊതുപ്രവർത്തകരും ആരോപിച്ചു. സബ് എഞ്ചിനീയർ പറഞ്ഞത് അവരുടെ ഭാഗത്ത് ന്യായീകരണം. പക്ഷേ 15 ദിവസമായി ഇവർ കുടിവെള്ളമില്ലാതെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ദുരന്ത ഒരു യോഗം ചേരുകയും അപ്പോൾ എത്രയും പെട്ടെന്ന് കുടിവെള്ളവും അതുപോലെയുള്ള വൈദ്യുതി കണക്ഷൻ കൊടുക്കാനുള്ള തീരുമാനം അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിലൂടെ ഉണ്ടാക്കിയതാണ്. ആ തീരുമാനത്തിന് പുറത്ത് ഇവർ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇവിടെ ഓഫീസിലും വിളിച്ചു പറയുകയും കാര്യങ്ങൾ ചെയ്തിട്ടും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഏതാണ്ട് 11 മണിയോടുകൂടി ഇവിടെ വരികയും ഇവിടെ വന്നപ്പം ആകെ ഒരാൾ മാത്രമേ ഓഫീസിലുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് അന്ന് ഇല്ല, എയെ കണ്ട് സംസാരിക്കാനാണ് വന്നത്. പക്ഷേ ഇല്ലായിരുന്നു. അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ലൈനിൽ പണിയാൻ പോയിരിക്കുന്നവരോട് അന്നേരം തന്നെ പുള്ളി വിളിച്ചു പറഞ്ഞാണ് ചെയ്തു കൊടുക്കണം. അന്ന് എന്നോട് പറഞ്ഞു 3-3:30 ആകുമ്പോഴത്തേക്കും സംഗതി റെഡി ആവട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. എന്നിട്ട് ഇതുവരെ അത് ചെയ്തില്ല. ഇന്നിപ്പോൾ ഇവർ ഇവിടെ വന്ന് ഈ ഇതിനുള്ളിൽ കുത്തിരിക്കുന്ന ശേഷമാണ് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. കുടിവെള്ളത്തിനുള്ള വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകിയതിനെ തുടർന്ന് ഷാജിയും കുടുംബവും സമരം അവസാനിപ്പിച്ചു. സിറ്റി വിഷൻ, രാജകുമാരി. കുമളി ചോറ്റുപാറ മേഖലയിൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി പോസ്റ്റുകൾ നിൽക്കുന്നതായി പരാതി. KCB അധികൃതരെ അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന നാട്ടുകാർ. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞ് കമ്പി പൊട്ടി വീണിരുന്നു. കാലവർഷാരംഭത്തിലുണ്ടായ കനത്ത മഴയിലാണ് ചോറ്റുപാറയിലെ കോണിമറ എസ്റ്റേറ്റിൽ നടപ്പുവഴിയിലേക്ക് കമ്പികൾ പൊട്ടി ഇലക്ട്രിക് പോസ്റ്റ് നിലം പതിച്ചത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഇതിനാൽ ഒഴിവായി. നിലവിൽ ഈ ലൈൻ വഴി വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇപ്പോഴും വീണ് കിടക്കുന്ന ലൈൻ കമ്പിയുടെ അടിയിൽ കൂടി നടന്നു വേണം നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ. ഇതിനു പുറമെ സമീപത്തെ വൈദ്യുതി പോസ്റ്റുകളും അപകടകരമായ രീതിയിൽ ചുവട് ദ്രവിച്ച ഏത് സമയത്തും നിലം പതിക്കാവുന്ന അവസ്ഥയിലുമാണ് ഇവിടെ നിൽക്കുന്നത്. പലതവണ അധികാരികളെ അറിയിച്ചിട്ടും നടപടിയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ കാറ്റത്തും മഴയത്തും ഈ ചോറ്റുപാറ ഏലത്തോട്ടത്തിലെ 14 നമ്പർ കാട്ടിലാണ്. അതായത് ഈ ലൈൻ കമ്പി 2 കമ്പി മേളത്തെ കമ്പി താഴെ ഒടിഞ്ഞ് വീഴുകയും ഈ പോസ്റ്റ് ഒടിഞ്ഞിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ്.
ഞങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് ധാരാളം വീട്ടുകാരുണ്ട്. ഇതിലൂടെയാണ് ഞങ്ങൾ നടക്കുന്ന വഴി. സ്കൂൾ കുട്ടികളും ഇതിലൂടെയാണ് നടന്നു പോകുന്നത്. ഞാൻ കഴിഞ്ഞ 29-ാം തീയതി കുമ്പളയിൽ ചെന്നിട്ട് KSB ഓഫീസിൽ നിന്ന് ഞാൻ പരാതി പറഞ്ഞു, എഴുതി കൊടുത്തു. എന്നിട്ട് അവർ ഒരു നടപടി എടുത്തിട്ടില്ല. 6ഓളം വീട്ടുകാർ ഉപയോഗിക്കുന്ന നടപ്പുവഴിയാണിത്. ദിവസവും സ്കൂൾ കുട്ടികൾ, പ്രായമായവർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. വിഷയത്തിൽ അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, കുമളി. ഉടുമ്പൻചോല മയിലാടുംപാറയിൽ അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റുവാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ICRI കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നിരുന്ന വൻമരം ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. ഈ മരങ്ങൾ പോലും ഇനിയും മുറിച്ചു മാറ്റുവാൻ ഏലം ഗവേഷണ കേന്ദ്രം അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന അപകടമാണ്. ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വൻമരം പതിക്കുകയായിരുന്നു. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഓട്ടോറിക്ഷയും ഭാഗികമായി തകർന്നു. ഇതിനുശേഷമുള്ള കാഴ്ചയാണിത്. വീണമരങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റുവാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. ഇതിനാൽ തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റി നേരെ എതിർദിശയിലേക്കാക്കി. ഒടിഞ്ഞു വീണ മരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിലത്തേക്ക് പതിക്കാവുന്ന സാഹചര്യത്തിലാണ്. ഇതിനോടൊപ്പം 100 കണക്കിന് മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി ഇവിടെ നിൽക്കുന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ആവശ്യപ്പെടുന്നത്. ഒരു 3-4 മരം ഒടിഞ്ഞു വീഴുകയും സ്റ്റാൻഡിലെ ഒരു ഓട്ടോറിക്ഷയുടെ പുറത്ത് വീഴുക, വണ്ടി തകർന്നു പോവുകയും ഡ്രൈവർക്ക് ഗുരുതരമായ തലയ്ക്ക് പരിക്ക് പറ്റി ആസ്പത്രിയിൽ ആയിരുന്നു. ആ മരം ഒന്ന് മുറിച്ചു മാറ്റുന്നതിന് പോലും അവർ തയ്യാറായിട്ടില്ല. പകുതി റോട്ടിൽ കിടക്കുന്നു, പകുതി അവർ മുറിച്ചുകൊണ്ട് പോയി. ഇത് കൂടാതെ തന്നെ നിരവധി മരങ്ങൾ അവരുടെ ICRIയുടെ അതിരയില് ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങൾ മുറിച്ചു മാറ്റാതെ ഈ തൊട്ടപ്പുറത്ത് വളവില് അവരുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി 1-2 പേരുടെ താല്പര്യത്തിന് വേണ്ടി അവര് ഒരു 10 മരവേലും മുറിച്ച് ആ വളവ് നൂരുമ്പം അങ്ങാ സൈഡിൽ നിൽക്കുന്ന കടയും വീടും കാണുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവരുടെ. ഇതേസമയം ചില സ്വകാര്യ വ്യക്തികളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനായി മറ്റു ചിലയിടങ്ങളിൽ മരം മുറിച്ചു കടത്തുന്നതായും ആക്ഷേപമുണ്ട്. അധികൃതർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നരിയൻപാറയ്ക്കും കാഞ്ചിയാർ കക്കാട്ടുകട കൊറ്റമ്പടിക്കുമിടയിൽ റോഡ് വെട്ടിപ്പൊളിച്ച് വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറി. ഇന്നലെ വൈകുന്നേരമാണ് റോഡ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ ഈ ഭാഗത്ത് റോഡ് നിശ്ചിത അളവിൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ ഇതിനുശേഷം ഈ ഭാഗത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയില്ല. ഇതറിയാതെ ഇരുചക്ര വാഹനയാത്രക്കാരടക്കം ഈ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ ഇത്തരം പ്രവൃത്തി ചെയ്ത കരാറുകാർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് നരിയമ്പാറ അമ്പലത്തിന് സമീപത്തും കൊറ്റമ്പടിക്ക് സമീപത്തുമായി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാറുകാരൻ റോഡിന്റെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റിയത്. ഈ പ്രവർത്തനങ്ങൾ നടത്തിയത് വൈകുന്നേരമായതിനാൽ ഈ പൊളിച്ചുമാറ്റിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ കരാറുകാരൻ മടങ്ങി. ഇതോടെ ഇതറിയാതെ ഇതുവഴി വന്ന നിരവധി വാഹനയാത്രികർ ഈ കുഴിയിൽപ്പെട്ടു. ഇരുചക്ര വാഹനയാത്രക്കാരുടെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി അപകടത്തിലും പെട്ടു. ഇതിലൊരാൾ കട്ടപ്പന ആശുപത്രിയിൽ ചികിത്സ തേടി. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ രാത്രി കരാറുകാരൻ വന്ന ഈ പൊളിച്ച ഭാഗത്ത് താൽക്കാലികമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കി. എന്നാൽ ഇതും ഫലവത്തായില്ല. നരിയൻപാറയിൽ നിന്നും ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ വേഗത്തിൽ വരുന്നതിനാൽ അടുത്തെത്തുമ്പോൾ മാത്രമേ ഈ അപകട മുന്നറിയിപ്പ് സംവിധാനം മനസ്സിലാകൂ. അപ്പോഴേക്കും ബ്രേക്ക് ചവിട്ടിയാൽ പോലും വാഹനങ്ങൾ നിൽക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ഈ കുഴിയിൽ പതിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ ഈ കുഴിയിൽ പതിച്ച ഒരു കാർ അപകടത്തിൽപ്പെട്ടു. കരാറുകാരുടെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ നിർമ്മാണ കമ്പനി യാതൊരു കുഴപ്പമില്ലാത്ത റോഡ് നരിയമ്പാറ മുതൽ മേരികുളം വരെയുള്ള പല ഭാഗങ്ങളിലും പൊളിച്ചിട്ട് യാതൊരു മുന്നറിയിപ്പ് ബോർഡും വെക്കാതെ പൊളിച്ചിട്ട് വാഹനങ്ങൾ അമിത വേഗത്തിൽ വന്ന് വളരെ അധികം വാഹനങ്ങളും ആളുകളും ഒക്കെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാതെ റോഡിൻ്റെ നല്ല ഭാഗങ്ങൾ പൊളിച്ച് മാറ്റി എന്തിനെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയത്തില്ല. ഇന്നലെ രാത്രിയിൽ നിരവധി വാഹനങ്ങളാണ് ഈ കുഴിയിൽ പതിച്ചത്. അപ്രതീക്ഷിതമായി കുഴിയിൽ ചാടുന്നതോടെ വാഹനത്തിനുള്ള ആളുകൾക്ക് വലിയ ആഘാതമാണ് ഏറ്റത്.
സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നതും. പ്രതിഷേധം ശക്തമായതോടെ ഇന്ന് ഈ പൊളിച്ചിട്ട ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാരും. സിറ്റി വിഷൻ, കട്ടപ്പന. അടിമാലി പൊളിഞ്ഞ പാലത്ത് വാക്കത്തിയുമായി പോലീസ് നടുറോട്ടിൽ ഇറങ്ങിയത് കണ്ട പരിസരവാസികൾ അമ്പരന്നു. പിന്നീട് കാര്യം മനസ്സിലായതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ കൈയടിച്ച് ഒപ്പം ചേർന്നു. അടിമാലി കുമളി ദേശീയപാതയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് കാഴ്ച മറച്ചതോടെ കാടുവെട്ടി അപകട സാധ്യത ഒഴിവാക്കാനായിരുന്നു ഒഴിവ് സമയം നോക്കി അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിലെ SI സിജു ജേക്കബ്, കോൺസ്റ്റബിൾ അനീഷ് എസ് എന്നിവർ മാതൃകാ പ്രവർത്തനവുമായി എത്തിയത്. നിയമപാലനമാണ് പോലീസിന്റെ പ്രധാന ചുമതല. എന്നാൽ വേണ്ടി വന്നാൽ പോലീസ് കാടും വെട്ടും. അടിമാലി കുമളി ദേശീയപാതയോരത്ത് പൊളിഞ്ഞ പാലത്തിന് സമീപം കാഴ്ച മറിക്കും വിധം കഴിഞ്ഞ കുറച്ചു നാളുകളായി പൊന്തക്കാട് വളർന്നു നിന്നിരുന്നു. എതിർദിശകളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വിധം കൊടും വളവിലടക്കം കാട് പന്തലിച്ചു. കാട് വെട്ടിനീക്കാനും അപകട സാധ്യത ഒഴിവാക്കാനും ആരും ഇതുവരെ തയ്യാറാകാതെ വന്നതോടെയാണ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിലെ SI സിജു ജേക്കബ്, കോൺസ്റ്റബിൾ അനീഷ് എസ് എന്നിവർ തങ്ങളുടെ ഒഴിവ് സമയത്ത് പാതയോരത്തെ പൊന്തക്കാട് വെട്ടിനീക്കാൻ എത്തിയത്. മുമ്പ് ഇതുവഴി സഞ്ചരിച്ചപ്പോഴൊക്കെയും കാട് വെട്ടി നീക്കണമെന്നിവർ വിചാരിച്ചുവെങ്കിലും ആയുധം കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് വാക്കത്തി അടക്കം സംഘടിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെത്തി പാതയോരത്തെ കാട് വെട്ടി കാഴ്ച സുഗമമാക്കി. അടിമാലി കല്ലാറൂട്ടി റോട്ടിൽ ഈ പൊളിഞ്ഞ പാലം കഴിഞ്ഞ് വള്ളപ്പടിക്കും പൊളിഞ്ഞ പാലത്തിനിടയ്ക്കുള്ള വളവിൽ നിറച്ച് കാടും എത്തി കിടക്കുക. റോഡിന് സൈഡിൽ നിന്ന് വന്നവർക്ക് വാഹനങ്ങൾ, സൈഡിൽ നിന്ന് തന്നെ വാഹനങ്ങൾ കാണാൻ പാടാത്തോളം കാടും എത്തി കിടക്കുക. ഇത് ഒന്ന് വെട്ടിക്കളയണമെന്ന് ഞങ്ങൾക്ക് കുറേ ദിവസമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. രാവിലെ പോലീസ് വാഹനം പാതയോരത്ത് നിർത്തി വാക്കത്തിയുമായി പോലീസ് നടുറോഡിലിറങ്ങിയത് കണ്ട പരിസരവാസികൾ അമ്പരന്നു. ഏതെങ്കിലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണോ 2 പോലീസുകാരുടെ കാടുവെട്ടെന്ന ആദ്യം പരിസരവാസികളും ഇതുവഴി കടന്നുപോയവരും സംശയിച്ചു. ഇതിന് സമീപത്തായാണ് ഒരു മോഷണക്കേസ് നടന്നത് എന്നതിനാൽ ആളുകളുടെ സംശയത്തിന് ആക്കം കൂടി. പിന്നീട് കാര്യമറിഞ്ഞതോടെ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുൾപ്പെടെ കൈയടിച്ച് ഒപ്പം ചേർന്നു. കാര്യമെന്തായാലും കാട് വെട്ടിക്കഴിഞ്ഞതോടെ കാഴ്ച മറിഞ്ഞുള്ള ഈ ഭാഗത്തെ അപകട സാധ്യത ഒഴിഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED TVകൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.
62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. മഹാകുംഭാഭിഷേകം നടത്തി. സേനാപതി തലയൻകാവ് അരുൾമികു ശ്രീ ബൊമ്മമ്മാൾ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകമാണ് നടന്നത്. സേനാപതി തലയൻകാവ് മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ അരുൾമികു ശ്രീ ബൊമ്മമ്മാൾ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. എസ് മുരളീധര ശ്രീനിവാസൻ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സേനാപതി ഗ്രാമപഞ്ചായത്തിലെ തലയൻകാവ് മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹം പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അരുൾമികു ശ്രീ ബൊമ്മമ്മാൾ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത്. പൊതുജനങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. പൂജാരി എസ് മുരളീധര ശ്രീനിവാസൻ അയ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധനം മഹാകുംഭാഭിഷേകം നടന്നത്. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത്. ഉത്സവത്തോടനുബന്ധിച്ച അന്നദാനവും വിവിധ ആചാരാനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളും നടന്നു. எங்களுடைய இந்த தலைங்காவு கோயிலின் 300 வருஷ கால வரலாற்றில் இன்னைக்கு ஒரு மிக சிறப்பான நாளான. எவ்வளவு பிரச்சனைகள் இருந்து எத்தனை தடைகள் இருந்தாலும் அது புதிய நிர்வாக கமிட்டி வந்து கடுமையான உழைப்பின் காரணமாக இன்னைக்கு கோயில் கட்டி முடிச்சு இன்னைக்குள்ள കുംഭാഭിഷേകം നടത്തപ്പെട്ടുള്ളത്. കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന പൊതുപ്രവർത്തകരെയും പ്രമുഖ വ്യക്തികളെയും ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അരുൾമികു ശ്രീ ബൊമ്മമ്മാൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എസ് രാജ, സെക്രട്ടറി പി സെന്തിൽകുമാർ, ട്രഷറർ എസ് ഗോപിനാഥ് തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി ജില്ലയിൽ മുകളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഏക വെള്ളച്ചാട്ടമാണ് തുവൽ അരുവി. പക്ഷേ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാവാത്തത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരി ഒഴുക്കിൽപ്പെടുകയും നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാഴ്ചയിൽ അതിമനോഹരമാണെങ്കിലും അപകടം ഒളിച്ചുവെച്ച ഒരു മുഖം കൂടിയുണ്ട് ഈ ജലപാതത്തിന്. വെള്ളച്ചാട്ടത്തിന്റെ ആകാശ ദൃശ്യം നേരിട്ട് കാണാനാകുമെന്നതിനാൽ വർഷം മുഴുവൻ ഇവിടേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ്. അപകടം പതിയിരിക്കുന്നത് അറിയാതെയാണ് മിക്കപ്പോഴും സഞ്ചാരികൾ ഇവിടേക്കെത്തുന്നത്. ഇക്കഴിഞ്ഞ ഒരു ശതാബ്ദത്തിനിടെ ഇവിടം ആസ്വദിക്കാനെത്തിയവരിൽ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഒരാൾ അപകടത്തിൽപ്പെട്ടെങ്കിലും നാട്ടുകാരുടെ ഇടപെടലിൽ രക്ഷപ്പെട്ടു. അപകടങ്ങൾ പതിവാകുമ്പോഴും ഈ മേഖലയിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പരാതി. ഇന്നലെ തോൽ വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരികൾ കടന്നു പോകരുതെന്ന് പറഞ്ഞ മേഖലയിലേക്ക് കടന്നുപോവുകയും വെള്ളത്തിൽ ചാടുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അവരെല്ലാം കൂടെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം വെച്ച് അവിടുത്തെ നാട്ടുകാർ ഓടി വന്ന് അത്ഭുതകരമായി ഇട്ട് അവരെ രക്ഷപ്പെടുത്തി. ഒരു 12ഓളം ജീവനുകൾ ഈ തോൽ വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ യാതൊരു വക സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലില്ല. ഒന്നെങ്കിൽ അത് വേലികെട്ടി സൂക്ഷിക്കുകയോ എവിടെയാണോ അപകടം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ 5 വർഷം മുൻപ് ലക്ഷങ്ങൾ മുടക്കി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും തുറന്നു നൽകിയിട്ടില്ല. മേഖലയിൽ ഇനിയും ഒരു ജീവൻ പൊലിയുവാൻ ഇടവരുത്തരുതെന്നാണ് അധികൃതരോടുള്ള നാട്ടുകാരുടെ അപേക്ഷ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ
പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലേക്കുള്ള പ്രവേശനോത്സവമാണ് നടന്നത്. രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ 15 മുതൽ 23 വയസ്സുവരെയുള്ള യുവതീ യുവാക്കൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുക, തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ പരിശീലിപ്പിക്കുക, 100% തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കേന്ദ്ര സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പൊതുവിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 1 വർഷ കാലാവധി വരുന്ന കോഴ്സുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 15 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടുത്താം. അവധി ദിവസങ്ങളിലായിരിക്കും സൗജന്യ പരിശീലനം നൽകുക. ഒരു സ്കൂളിൽ 50ഓളം സീറ്റുകളിൽ 2 കോഴ്സുകളായിരിക്കും പരിശീലിപ്പിക്കുക. രാജകുമാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ചിരിക്കുന്ന ഗ്രാഫിക് ഡിസൈനിംഗ്, ടെലികോം ടെക്നീഷ്യൻ കോഴ്സുകളിലേക്കുള്ള പ്രവേശനോത്സവം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് സന്തോഷകരമായ കാര്യമാണെന്ന് അവർ പറഞ്ഞു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. കാരണം നമ്മുടെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ജോലി അറിഞ്ഞിരിക്കണമെന്നാണ്. പണ്ടെങ്ങോ വായിച്ചൊരു കഥ ഓർമ്മ വരികയാണ്. ഒരു രാജകുമാരൻ സ്കൂൾ PTA പ്രസിഡന്റ് സ്മിത പൗലോസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവേശനോത്സവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ AC ഷിബി, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. കല്യാണത്തണ്ട് കുഴിയോപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ വാക്കുപാലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കക്കാട്ടുകടയിൽ നടന്ന പ്രതിഷേധ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കുകയും പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്നും ആവശ്യമുയർത്തിയാണ് കക്കാട്ടുകടയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. 2.5 വർഷം മുൻപാണ് ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത്. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലിക നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. മുൻപ് പാലം നിർമ്മാണത്തിനായി മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇത് ത്രിതല പഞ്ചായത്തുകളിൽ വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം രൂപ ഉപയോഗിച്ച ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾക്ക് ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ ജോലികൾ മുടങ്ങുകയായിരുന്നു. വിഷയത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ സമീപിച്ചെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ മറ്റ് നടപടികൾ ഉണ്ടായില്ല. നാട്ടുകാർ വലിയ യാത്രാ ദുരിതത്തിൽ ആയതോടെയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. കക്കാട്ടുകടയിൽ നടന്ന സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇവിടുത്തെ ജനങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ മറുപടി പറഞ്ഞേ മതിയാവും. കാരണം കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കോഴിക്ക് മുല വരുമെന്ന് പറയുന്നത് പോലെ ഇന്ന് നാളെ എന്ന് കാത്തിരുന്നുകൊണ്ട്
ഞങ്ങളുടെ എല്ലാവരുടെയും വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട്, ജനപ്രതിനിധികളെ വിശ്വസിച്ചുകൊണ്ട്, അവിടുത്തെ പൊതുപ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ട് നാട്ടിലെ ആളുകൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് യാഥാർത്ഥ്യമാകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് ആ നാട്ടിലെ ആളുകൾ എത്തിച്ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. തൊവരിയാർ പള്ളി വികാരി ഫാദർ ജോൺ മുണ്ടക്കാട്ട്, KC സനീഷ് കുമാർ, രാജു നിവർത്തിയിൽ, അരുണൻ നായർ എന്നിവർ സംസാരിച്ചു. വെള്ളം നിറഞ്ഞു കിടക്കുന്നതായ ആ പുഴ തടിപ്പാലം ഒലിച്ചു പോയിരിക്കുന്നു. കൊച്ചുകുട്ടികൾ ആ റോഡിലൂടെ നടക്കുന്നതായ സാഹചര്യം. നാളെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ ഉടനെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും സമരത്തിൽ അണിനിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ബാധ്യതയും വരുത്താത്ത വിധം ചട്ടം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തീകരിച്ച് കേരളത്തിലുണ്ടാകുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദിവസമായി വൈദ്യുതിയില്ല. കുട്ടികളുമായി KCB സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചു. കുമ്പപ്പാറ കൊച്ചുകരോട്ട് ഷാജിയും 3 മക്കളുമാണ് KCB രാജകുമാരി ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. അപകട ഭീഷണി ഉയർത്തുന്ന വൻമരങ്ങൾ മുറിച്ചുമാറ്റുവാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ മയിലാടുംപാറയിലെ ICRI. കഴിഞ്ഞ ദിവസം മരം ഓട്ടോയ്ക്ക് മുകളിൽ വീണ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ നരിയൻപാറയ്ക്കും കാഞ്ചിയാർ കക്കാട്ടുകട കൊറ്റംപടിക്കുമിടയിൽ റോഡ് വെട്ടിപ്പൊളിച്ചത് അപകടക്കെണിയായി മാറി. ഇരുചക്രവാഹനമടക്കം അപകടത്തിൽപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.